Hello everyone and welcome to my new video log. ഇന്നത്തെ വീഡിയോ ലോഗിൽ വളരെ സ്പെഷ്യൽ ഒരു ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ സ്വന്തം ഭാര്യനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കാരണം എല്ലാ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എന്നോട് അവൾ വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനെന്ന് കരുതി അവളെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. കണ്ട ഒരാൾ അവിടെ നിന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. അതെൻ്റെ കുഞ്ഞുവാവയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എടുക്കാത്തതിൻ്റെ ദേഷ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അവളുടെയൊക്കെ പോവാം. അവളിൽ നിന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു പിന്നെ ഞാനിന്ന് സൗദി ഷാമ്പെയിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് സൗദി ഷാമ്പെയിൻ ഉണ്ടാക്കണേന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. റെഡിയല്ലേ? തുടങ്ങിക്കോ. ഹലോ എവ്രി വൺ, എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ്. കാരണം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയുക, സച്ചിൻ്റെ വീഡിയോസ് എങ്ങനെ നന്നാക്കണം എന്നുള്ളൊരു ഇത് പറയും, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് ഒരു സൗദി ഷാമ്പെയിൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര പരാതിയാണ്. ഞാൻ വീട്ടിൽ വന്നാൽ ഒന്നും കൊടുക്കില്ല, ആകെ കടിഞ്ചായ മാത്രമേ കൊടുക്കുള്ളൂ എന്നുണ്ട്. അത് ഞാൻ പാചകത്തിൽ മുന്നോട്ടായതുകൊണ്ടാണ് ഞാൻ ഒന്നും കൊടുക്കാത്തത്. പക്ഷെ ഞാനും പാചകം പഠിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ചൂടൊക്കെ അല്ലേ വരുന്നത്, ആദ്യം നമ്മൾ വെൽക്കം ഡ്രിങ്കിൽ നിന്ന് തുടക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഒരു സൗദി ഷാമ്പെയിൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ആപ്പിൾ, ഒരു മുസമ്പി, ഒരു നാരങ്ങ, പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്. ഇത് 7up ആണ്. 7up ഇല്ലാത്തവർക്ക് സോഡ ഉപയോഗിക്കാം, പ്രശ്നമല്ല. പിന്നെ ഇത് ആപ്പിൾ ജ്യൂസ്. ഇത് ബിയർ. ഇത് സൗദി അറേബ്യയിൽ കിട്ടുന്ന ബിയർ നോൺ ആൽക്കഹോളിക് ബിയർ ആയിരിക്കും. പിന്നെ ഇത് ആപ്പിൾ ഫ്ലേവറാണ്. നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഇത് പ്യുവർലി നോൺ ആൽക്കഹോളിക് ബിയറാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആപ്പിൾ ചെറുതായിട്ട് കുനുകുനാ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ മുസമ്പി ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ നമുക്കിത് ഫുള്ളൊന്നും വേണ്ട, ഒരു ഹാഫ് മതി. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ മിൻറ്റ് ലീവ്സ് ഇതിൽ നിന്ന് ഇങ്ങനെ ഫുള്ളിങ്ങനെ ഉതിർത്തിയെടുക്കാം. അപ്പോൾ ഓക്കെ, ഇത് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് ഈ ലെമൺ ജ്യൂസ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഫുള്ള് ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരമുറിയാണ് നാരങ്ങ എടുത്ത് നമ്മൾ ഫുള്ള് ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കട്ട് ചെയ്ത ചെറിയ ചെറിയ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം, ഗ്രീൻ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് മുസമ്പി ഇട്ടു. ഓക്കെ, പിന്നെ ഇത്തിരി കൂടെ ആപ്പിൾ ഇട്ടു. പിന്നെ ഓക്കെ, ഇത്തിരി കൂടെ ആപ്പിൾ ഇട്ടു, ഒരു മുസമ്പി ഇട്ടു. അപ്പം നമുക്ക് അതൊരു ലെയർ പോലെ ഞാൻ ഇട്ടു കേട്ടോ. അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇട്ടു. നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഫുൾ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഹാഫാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഹാഫ് ആപ്പിൾ ജ്യൂസ് ഒഴിച്ചു. നമുക്കിനി ബീർ പൊട്ടിക്കണ്ടേ? അതൊന്ന് പൊട്ടിച്ചെന്നേ. അല്ലേ, ബീർ പൊട്ടിക്കാൻ ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒരു സഹായം തേടിയിരിക്കുന്നു ബീർ പൊട്ടിക്കാൻ. ഫുൾ ബിയർ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 7up ആഡ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞു 7up
ഉപ്പില്ലാത്തവർക്ക് സോഡയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഏകദേശം ഹാഫ് പോർഷനോട് ഒഴിച്ചു. അത് പറ്റില്ല, നമുക്ക് ഫുൾ പോർഷൻ വേണം. നമ്മൾ ഫുൾ പോർഷൻ 7-Up ഒഴിച്ചു ഇതിനകത്തേക്ക്. ഇനി അപ്പോൾ അതാ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടി ഇരുന്ന ഹാഫ് പോർഷൻ ആപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മളിട്ടു. ഇനി ഇതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. ചിൽ എന്താ പറയുക, സൗദി ഷാമ്പയിൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതിനെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഓക്കെ. സോ അപ്പോൾ ഗൈസ് ഷാമ്പയിനൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യാം അല്ലേ? ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ആ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ വേറെ കുറേ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഗ്രീൻ ആപ്പിള്, അതുപോലെ ഓറഞ്ച് ആഡ് ചെയ്യാം. വേറെ വെളുത്തുള്ളിയും മറ്റു പച്ചവളമൊന്നും ആഡ് ചെയ്യാതിരുന്നാൽ മതി. ബാക്കി എന്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. മെയിൻ അതിൽ ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് തോന്നുന്നു ബിയറും 7-Up ആണ്. അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയി നിൽക്കുന്നത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഒരു ഇതുകൂടെ ഉണ്ടാവും, ഒരു ഫ്ലേവർ ഉണ്ടാവില്ലേ. മിൻറ്റ് ചിലപ്പോൾ ചിലർക്ക് താല്പര്യമില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ മിൻറ്റ് ശരീരത്തിന് നല്ലതാണ്. ഈ ഒരു ജ്യൂസ് ചൂടുകാലത്ത് ഏറ്റവും ബെറ്ററാണ്. നമ്മുടെ ശരീരം പെട്ടെന്ന് തണുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ ഒന്ന് ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം ഗ്രാൻഡാണ്. ഇതിൽ ഇപ്പോൾ ബിയർ നമുക്ക് പല വെറൈറ്റീസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആപ്പിളാണ്. സോ അതാണ് ഞങ്ങളത് ആപ്പിൾ യൂസ് ചെയ്ത്. വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫ്ലേവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നോൺ ആൽക്കഹോളിക് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ചിലപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ഇതിങ്ങനെ അല്ലായിരിക്കും ഉണ്ടാക്കുന്നത്, വേറെ വെറൈറ്റി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയുണ്ടാവും. അതും കൂടി ഇതിൻ്റെ താഴെ പറയണം. അപ്പോൾ നമ്മളും അത് പഠിക്കുമല്ലോ. അതാണ്. അപ്പോൾ നമ്മളും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളും ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഒന്നുമില്ല. സോ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ആൻഡ് മസ്സലാം.